വായിൽ വെച്ചാൽ അലുത്ത് പോകുന്ന ഈസ്റ്റർ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അതുപോലെ ഈസ്റ്റർ ഉണ്ടാക്കിയിരിക്കുന്നത് മെഴ്സിപ്പാൻ കൊണ്ടാണ്. വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവർക്കും ടേസ്റ്റി കറിയിലേക്ക് സ്വാഗതം. വീഡിയോ ആയിട്ട് പോകുന്നതിന് മുമ്പ് ആദ്യമായിട്ട് കാണുന്നവർ ഇത് സബ്സ്ക്രൈബ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഓൾ എന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെക്കാനും മറക്കരുത്. അപ്പോൾ നമുക്ക് ആദ്യം മെഴ്സിപ്പാൻ ഉണ്ടാക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ 2 കപ്പ് ബദാമാണ് എടുത്തിരിക്കുന്നത്. റോസ്റ്റഡ് ഒന്നുമല്ല, സാധാ ആൽമണ്ടാണ്. അപ്പോൾ അതിൻ്റെ തൊലി കളഞ്ഞ് കിട്ടണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതിലേക്ക് ചൂടുവെള്ളം ഒഴിച്ച് വെക്കുന്നുണ്ട്. അങ്ങനെ ചൂടുവെള്ളത്തിൽ ഒരു 15 മിനിറ്റ്സ് ഇടണം. 15 മിനിറ്റ്സ് കഴിയുമ്പോൾ നമുക്ക് അതിൻ്റെ ബദാമിൻ്റെ തൊലിയൊക്കെ ഇളക്കി കളയാവുന്നതാണ്. നല്ല ഈസി ആയിട്ട് തന്നെ തൊലി ഇളകി പോവും. അപ്പോൾ എല്ലാത്തിൻ്റെയും തൊലി ഇളക്കി കളയുന്നുണ്ട്. അപ്പം ബദാമിൻ്റെ എല്ലാം തൊലി ഇളക്കി കളഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് ഡ്രൈ ആക്കി കിട്ടണം, നല്ലതായിട്ട് ഡ്രൈ ആക്കി കിട്ടണം. അപ്പോൾ തുണിയിലോട്ട് ഇത് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഡ്രൈ ആകാനായിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഇനി ഇതിന് ഐസിങ് ഷുഗർ വേണം. അപ്പോൾ ഞാൻ കടയിൽ നിന്ന് മേടിച്ചിട്ടില്ല, അപ്പോൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ 2 കപ്പ് പഞ്ചസാര എടുത്ത് പൊടിച്ചിട്ട് അത് ഇടഞ്ഞ് എടുക്കുന്നുണ്ട്. സീവി എടുത്തിട്ട് അതിലേക്ക് പിന്നെ കോൺഫ്ലോർ എടുക്കുകയാണ് ചെയ്യുന്നത്. ആ പൊടിച്ച പഞ്ചസാരയും കോൺഫ്ലോറൂടെ സീവ് ചെയ്തെടുക്കുന്നത് വീഡിയോ എടുക്കാനായിട്ട് വിട്ടുപോയി. അപ്പോഴേക്ക് നമ്മുടെ ബദാം നന്നായിട്ട് ഡ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഇനി ആ ബദാം മിക്സിയുടെ ജാറിലോട്ട് ഇട്ടൊന്ന് പൊടിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ വലിയ ജാറാണ് എടുത്തത്. അപ്പോൾ എനിക്ക് ഇത് കിട്ടിയിരിക്കുന്ന ഒരു ഡോ കണക്കെയാണ്. അതിനകത്തു നിന്നുള്ള എണ്ണയെല്ലാം ഇറങ്ങി എല്ലാം കൂടെ ഒന്ന് കുഴഞ്ഞ് നന്നായിട്ട് പൊടിഞ്ഞായിരുന്നു. എല്ലാം കൂടെ പൊടിഞ്ഞൊരു ഡോ കണക്കെയാണ് കിട്ടിയിരിക്കുന്നത്. ഇനിയും ആ പൊടിച്ച നമ്മുടെ ആൽമണ്ടും പിന്നെ നമ്മൾ പൊടിച്ച് വെച്ചേക്കുന്ന നമ്മുടെ ഐസിങ് ഷുഗറുമായിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ ഐസിങ് ഷുഗർ 1 കപ്പാണ് ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് നന്നായിട്ട് രണ്ടും കൂടെ ഈ ആൽമണ്ടും ഐസിങ് ഷുഗറൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ആൽമണ്ടും ഐസിങ് ഷുഗറൂടെ അങ്ങനെ മിക്സ് ചെയ്ത് വന്നപ്പം എനിക്ക് തോന്നിയിരുന്നു ഐസിങ് ഷുഗർ ശകലം വേണമെന്ന്. അങ്ങനെ 2 ടേബിൾ സ്പൂണുടെ ഐസിങ് ഷുഗറൂടെ ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അങ്ങനെ മിക്സ് ചെയ്ത് വരുമ്പോൾ ഇങ്ങനെ ചെറിയ ചെറിയ കട്ടയായിട്ട് കിട്ടും. അങ്ങനെയാണ് വരേണ്ടത്. അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് കൈകൊണ്ട് നന്നായിട്ട് യോജിപ്പിച്ച് നന്നായിട്ട് ബൈൻഡ് ചെയ്ത് നമുക്ക് ആൽമണ്ടും ഐസിങ് ഷുഗറൂടെ എടുക്കണം. അപ്പോൾ കൈ ഉപയോഗിച്ച് പിന്നെ ഞാൻ കുഴച്ചെടുക്കുന്നുണ്ട്. ആ സമയത്ത് അതിലേക്ക് 1 ടീസ്പൂണ് ആൽമണ്ട് എസൻസ് ഒഴിക്കുന്നുണ്ട്. ഇത് ഒഴിക്കണമെന്ന് നിർബന്ധമില്ല, വേണമെന്നുണ്ടെങ്കിൽ ഒഴിച്ചാൽ മതി, ഉണ്ടെങ്കിൽ മാത്രം ഒഴിച്ചാൽ മതി.
പിന്നെ നമ്മൾ അങ്ങനെ മിക്സ് ചെയ്യുന്ന സമയത്ത് നമുക്ക് വേണമെങ്കിൽ വെള്ളം, ഇനി വെള്ളത്തിൻ്റെ ആവശ്യം ഉണ്ടെന്ന് തോന്നുകയാണെങ്കിൽ വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാനാണ്. അത് സ്പൂണിൽ ഒരു സ്പൂൺ ഒഴിച്ച് അത് മിക്സാക്കി അത് നോക്കിയിട്ട് വേണം അടുത്ത സ്പൂണ് വെള്ളം ഒഴിക്കാനായിട്ട്. അങ്ങനെ വെള്ളം ഒഴിക്കുന്നത് കൂടിപ്പോകരുത്. അപ്പോൾ ഞാനിവിടെ 1 ടേബിൾ സ്പൂണ് വെള്ളം മാത്രമേ ഒഴിച്ചിട്ടുള്ളൂ. അങ്ങനെ വെള്ളം ഒഴിച്ച് കൊടുത്തായിരുന്നു. അങ്ങനെ നന്നായിട്ട് മിക്സ് ചെയ്ത് വന്നിട്ട് അത് ഞാൻ ഒരു ബട്ടർ പേപ്പറിലോട്ട് വെച്ചിട്ട് സിലിണ്ടർ രൂപത്തിലാക്കി എടുക്കുന്നുണ്ട്. ബട്ടർ പേപ്പറിന് പകരം ഏറ്റവും ബെസ്റ്റ് തിന്നായിട്ടുള്ള പ്ലാസ്റ്റിക് ഷീറ്റാണ്. അങ്ങനെ എടുത്ത മെഴ്സിപ്പാൻ ഞാൻ ഫ്രിഡ്ജിൽ ഒരു 10 മിനിറ്റ് വെക്കുന്നുണ്ട്. ഇത് ഇങ്ങനെ വേണേൽ ഫ്രിഡ്ജിൽ നമുക്ക് 1 മാസത്തോളം നമുക്ക് സൂക്ഷിക്കാവുന്നതാണ്. ഒരു അഴുക്കാവത്തൊന്നുമില്ല. ഇങ്ങനെ നമുക്ക് എടുത്ത് വെക്കാവുന്നതാണ്. ഇപ്പോൾ ഇതിനെയാണ് മെഴ്സിപ്പാൻ എന്ന് പറയുന്നത്. ഇത് നമുക്ക് പല ആവശ്യത്തിനും ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ഉപയോഗിക്കാൻ പറ്റും. കേക്കിനൊക്കെ ഡെക്കറേഷനായിട്ട് ഉപയോഗിക്കാൻ പറ്റും. ഓരോ മോൾഡ് ഷേപ്പുകളൊക്കെ ഉണ്ടാക്കാൻ പറ്റും. വളരെ ഉപയോഗപ്രദമായിട്ടുള്ള ഒന്നാണ് മെഴ്സിപ്പാൻ. കേക്കിനൊക്കെ ഡെക്കറേറ്റ് ചെയ്യാനും ഒക്കെ വളരെ നല്ലതാണ്. പിന്നെ 10 മിനിറ്റ് കഴിഞ്ഞ് ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ട് ഞാനത് കട്ട് ചെയ്തിട്ട് പിന്നെ നമുക്ക് ഈസ്റ്റർ എഗ്ഗിൻ്റെ ഷേപ്പിൽ ആക്കി എടുക്കുന്നുണ്ട്. അങ്ങനെ എഗ്ഗിൻ്റെ ഷേപ്പ് ആക്കി എടുക്കുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് കളർ ചേർക്കാവുന്നതാണ്. അങ്ങനെ പലതരത്തിലുള്ള കളർ ചേർത്തിട്ട് പല നിറത്തിലുള്ള ഈസ്റ്റർ എഗ്ഗ് ഉണ്ടാക്കാവുന്നതാണ്. ഞാനിവിടെ കളർ ഉപയോഗിച്ചിട്ടില്ല.
അപ്പോൾ അങ്ങനെ കട്ട് ചെയ്ത് വെച്ചേക്കുന്ന ഓരോ പീസ് എടുത്ത് റൗണ്ട് ഷേപ്പിലാക്കിയിട്ട് ഒരു സൈഡ് മാത്രം ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ എഗ്ഗിൻ്റെ ഷേപ്പിലാക്കി എടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഇവിടെ 4 ഈസ്റ്റർ എഗ്ഗാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ബാക്കി ഞാൻ ഫ്രിഡ്ജിൽ തന്നെ വെച്ചിട്ടുണ്ട്. ഇനി ഈസ്റ്റർ എഗ്ഗിൻ്റെ ഡെക്കറേഷന് വേണ്ടിയിട്ട് റോയൽ ഐസിങ് ആണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. ഒരു 4 ടേബിൾ സ്പൂണ് ഐസിങ് ഷുഗർ എടുക്കുന്നുണ്ട്. അതിലേക്ക് ഒരു മുട്ടയുടെ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുന്നുണ്ട്. അങ്ങനെ മിക്സ് ചെയ്ത് വന്നപ്പോൾ എനിക്ക് ലൂസായിട്ടാണ് കിട്ടിയേക്കുന്നത്. അപ്പോൾ ഒരു തിക്കായിട്ടാണ് വരേണ്ടത്. അപ്പോൾ ഞാൻ പിന്നെയും ഐസ് ഷുഗർ ഇട്ടുകൊണ്ടിരുന്നു. അപ്പോൾ അങ്ങനെ നമുക്ക് ഇവിടെ കുറച്ച് മതിയാവും ഐസ് ഷുഗർ ഒക്കെ ആ ഈസ്റ്റർ എഗ്ഗിന് ഡെക്കറേറ്റ് ചെയ്യാനായിട്ട്. അപ്പം മുട്ടയുടെ വെള്ളം ഒരു പാതി എടുത്ത് നമുക്ക് പാതി എടുത്താൽ മതിയായിരുന്നു. ഞാനത് മൊത്തം എടുത്തുകൊണ്ട് എനിക്ക് പിന്നെയും ഷുഗർ ഐസ് ഷുഗർ ഇട്ടുകൊണ്ടിരുന്നു. പിന്നെ ഒരു 5 ടേബിൾ സ്പൂണോളം ഐസിങ് ഷുഗർ ഇട്ട് കൊടുത്തു. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തു. പിന്നീട് ആ റോയൽ ഐസിങ്ങിൻ്റെ കളറിന് വേണ്ടിയിട്ട് കളർ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ അതിലേക്ക് ഒരു നാരങ്ങയുടെ ഒരു ഹാഫിൻ്റെ നീര് ഒഴിച്ചു കൊടുത്തു. അങ്ങനെ മിക്സ് ചെയ്യുമ്പോൾ നല്ല വൈറ്റ് കളറിലോട്ട് അത് വരും. അങ്ങനെ ഐസിങ് ഷുഗറും മുട്ടയുടെ വെള്ളയുടെ മിക്സാക്കി വന്ന സമയത്ത് ലൂസായിട്ടാണ് കിട്ടിയിരിക്കുന്നത്. ഒരു തിക്ക് കൺസിസ്റ്റൻസിയിലാണ് വരേണ്ടത്. അതുകൊണ്ട് ഞാൻ പിന്നെ ഒരു 4 ടേബിൾ സ്പൂണോളം ഐസിങ് ഷുഗർ ഇട്ട് കൊടുത്തു. അപ്പോൾ ഞാൻ ചേർത്ത സമയത്ത് ഒരു മുട്ടയുടെ വെള്ള ഒരു ഹാഫ് ചേർത്താൽ മതിയായിരുന്നു. എനിക്കിവിടെ വളരെ കുറച്ച് മതിയാവും ഐസിങ് ഷുഗർ റോയൽ ഐസിങ്. അങ്ങനെ ഐസിങ് ഷുഗർ പൈപ്പിംഗ് ബാഗിലോട്ട് നിറച്ചിട്ട് പിന്നെ ഈസ്റ്റർ എഗ്ഗിന് ഡെക്കറേറ്റ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് നമ്മൾ ഉടനെ തന്നെ അതെടുത്ത് ഫ്രീസറിലോട്ട് ഒരു 2 മിനിറ്റ് വെച്ചാൽ മതി. അതൊന്ന് ഹാർഡായിട്ട് കിട്ടണം, അല്ലെ അതങ്ങ് ഒലിച്ച് താഴോട്ട് ഇറങ്ങിക്കൊണ്ടിരിക്കും. അപ്പോൾ അങ്ങനെ ഐസിങ് ഷുഗർ അപ്ലൈ ചെയ്തിട്ട് ഉടനെ തന്നെ ഞാൻ ഫ്രീസറിലോട്ട് 2 മിനിറ്റ് വെച്ചു. അങ്ങനെ 2 മിനിറ്റ് കഴിഞ്ഞ് ഈസ്റ്റർ എഗ്ഗ് ഫ്രീസറിൽ നിന്ന് എടുത്തിട്ട് പിന്നെ ഗ്രേറ്റ് ചെയ്ത ചോക്ലേറ്റ് ഇട്ട് കൊടുത്ത് ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അങ്ങനെ അടിപൊളി മേഴ്സിപ്പാൻ കൊണ്ടുള്ള ഈസ്റ്റർ എഗ്ഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക. പിന്നെ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഓൾ എന്ന ബെല്ലൈക്കനോട് എനേബിൾ ചെയ്ത് വെക്കാൻ മറക്കരുത്. എങ്കിൽ മാത്രമേ ഞാൻ ഇടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. അതുപോലെ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഇനി വേറൊരു വീഡിയോ ആയിട്ട് വരുന്നവരെയും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.